രാവിലെ നമുക്ക് ജോലി ഈസി ആക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം എന്തൊക്കെ എളുപ്പത്തിന് ചെയ്ത് വെക്കാം എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇന്ന് മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ രാത്രിയാണ് എനിക്ക് ഇതിനൊക്കെ സമയം കിട്ടാറ്. അപ്പോൾ രാത്രി തന്നെ മീനൊക്കെ വാങ്ങിച്ചാൽ നമ്മൾ അറുത്ത് കഴുകി കറി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ജോലി എളുപ്പമാവും. തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തേക്ക് എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജോലി കുറച്ചും കൂടെ ഈസി ആകും. ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. തലേ ദിവസം തന്നെ പിറ്റേ ദിവസം കാപ്പിക്ക് എന്താണ്, കറിക്ക് എന്താ വേണ്ടതെന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഇല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഓൾറെഡി നാളത്തേക്ക് അപ്പത്തിനാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പവും കടലക്കറിയാണ്. അതുകൊണ്ട് അപ്പത്തിൻ്റെ മാവും രാത്രിത്തേക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ദോശക്കുള്ള മാവും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ദോശയും പഴംകൂട്ടാൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അതുമാണ് കേട്ടോ. പഴംകൂട്ടാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ സദ്യ ഒരുക്കുമ്പോൾ അതിൽ മിച്ചം വരുന്ന കറികളെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ചൂടാക്കി എടുക്കുന്നതിനാണ് കേട്ടോ പഴംകൂട്ടാൻ എന്ന് പറയുന്നത്. ഇവിടെ എൻ്റെ മോക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്നത് ചമ്പാവരിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വേവ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തലേ ദിവസം ഞാൻ തിളപ്പിച്ച് വെക്കാറാണ് പതിവ്. ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മളെ ജോലി എളുപ്പമാവും. ജോലി മാത്രമല്ല, നമുക്ക് ഗ്യാസും ലാഭിക്കാൻ പറ്റും. നമ്മൾ രാത്രി തന്നെ തിളപ്പിച്ച് വെക്കുന്നതുകൊണ്ട് രാവിലെ നമുക്ക് എടുത്ത് ഒന്നും കൂടെ തിളപ്പിക്കുമ്പോഴത്തേക്കും അരി വെന്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉച്ചത്തേക്ക് എന്തൊക്കെ കറിയാണ് വെക്കുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് തേങ്ങയൊക്കെ തിരുകി ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ ജോലി കുറച്ചും കൂടെ ഈസി ആവും. രാവിലെ എണീറ്റ് നമുക്ക് എന്താണ് എങ്ങനെയാണെന്നുള്ള പ്ലാനിങ് ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഓർത്തുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. എണീറ്റ് വന്നാൽ ഉടനെ തന്നെ ജോലികൾ ചെയ്ത് തീർക്കാവുന്നതാണ്. ഞാൻ എന്തായാലും നാളത്തേക്ക് മീൻകറിയും മീൻ പൊരിക്കാനും ഒക്കെ പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊണ്ടുവന്നത് ചൂരമീനാണ് കേട്ടോ. നല്ല മീനായിരുന്നു. അപ്പോൾ അത് കൈയോടനെ കഴുകി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്ത് കറിയും വെച്ച് ബാക്കി പൊരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. തലേ ദിവസമേ ചെയ്തു വെച്ചാൽ ഏറ്റവും നല്ല ഗുണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലേറ്റായിട്ട് എണീറ്റാലും നമുക്കത് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ തലേ ദിവസം തന്നെ അരി തിളപ്പിച്ച് കുക്കറിൽ വെക്കുകയാണ് ചെയ്യാറ്. കൂട്ടത്തിൽ തന്നെ ഇന്നിപ്പോൾ കാപ്പി ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് വിശപ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ദോശയും ചുട്ടു കൊടുത്തു. കൂട്ടത്തിൽ തന്നെ മീൻ കറിയും കൂടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ്. ഞാൻ എപ്പോഴും മീൻ വറുത്തരച്ചാണ് കേട്ടോ വെക്കുന്നത്. നെത്തോലി മാത്രമാണ് പച്ച അരച്ച് വെക്കുന്നത്. മല്ലിയും മുളകും മഞ്ഞപ്പൊടിയും ഉലുവയും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കും. തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കൂടെ തന്നെ പുളിയും കൂടെ അരച്ചെടുക്കും. ഇങ്ങനെയാണ് കേട്ടോ മീൻകറി വെക്കാറ്. തലേ ദിവസമേ ഇങ്ങനെ മീൻകറി വെച്ചാൽ പിറ്റേ ദിവസം ചൂടാക്കി എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അത് 2-3 ദിവസം നമുക്ക് ചൂടാക്കി എടുക്കാം കേട്ടോ. രാവിലത്തേക്ക് കടലക്കറിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കടല ഞാൻ കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് കുക്കറിൽ തന്നെയാണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത്. അതാകുമ്പോൾ ജോലി കുറച്ചുകൂടെ ഈസി ആവും. വേറെ ഒരുപാട് പാത്രങ്ങളും എടുത്ത് കഴുകേണ്ട ആവശ്യം വരുന്നില്ല. ഉച്ചത്തേക്ക് എന്താണോ കറി പ്ലാൻ ചെയ്തത് അതിനുള്ളതൊക്കെ നമുക്ക് അരിഞ്ഞൊക്കെ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ജോലി എളുപ്പമാവും. നമ്മൾ രാവിലെ എണീറ്റ് അതെല്ലാം വെളിയിലെടുത്തിട്ട് നമുക്ക് കറി വെച്ചാൽ മാത്രം മതിയാവും. രാവിലത്തേക്ക് രസമാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് രസത്തിൻ്റെ ഉള്ള പുളി വരെ വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജോലി പെട്ടെന്ന് ഈസി ആവുകയും രാവിലെ എണീക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി ചെയ്ത് തീർക്കാനും പറ്റും. നമ്മുടെ ബാക്കി ജോലികളും കൂടെ നമുക്ക് അടുക്കളപ്പണിയുടെ കൂടെ തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ജോലികൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പാത്രങ്ങളെല്ലാം തന്നെ കഴുകി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ. അതുപോലെ തന്നെ അടുക്കള ഫുള്ള് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ബേസിനും ഒക്കെ ഒന്ന് തേച്ച് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടുക്കളയും തൂത്ത് വാരിയിട്ടാണ് കിടക്കാറ്. രാവിലെ എണീറ്റ് വരുമ്പോൾ എല്ലാം ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ കുറച്ചും കൂടെ സന്തോഷമായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ കമൻറ്റായിട്ട് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് അത്രയ്ക്കും വിലപ്പെട്ടതാണ്. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.